ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ഓം അമൃതേശ്വരേ നമഃ. നമ്മള് പഞ്ചമി വരെയുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. ഇത്തവണ ഷഷ്ഠിയാണ് പറയുന്നത്. ഷഷ്ഠികൽപ്പം. ഷഷ്ഠിയെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഷഷ്ഠി നോൽക്കുന്നവരായിരിക്കും എല്ലാവരും തന്നെ. എന്നാലും പൊതുവായിട്ടുള്ള ചില വിവരങ്ങള് പറയാം. ഭവിഷ്യപുരാണത്തില് ഷഷ്ഠിയെ പറ്റിയിട്ട് അധികം പറഞ്ഞിട്ടില്ല. അതില് ഷഷ്ഠിയുടെ അധിപൻ സുബ്രഹ്മണ്യനാണ്. അതുപോലെ ഈ ദിവസമാണ് അത്ര അദ്ദേഹത്തിന്, ഷഷ്ഠി ദിവസമാണ് അദ്ദേഹത്തിന് ദേവസേനാധിപത്യം ലഭിച്ചത് എന്നുള്ള വിവരങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ സുബ്രഹ്മണ്യ പൂജയുടെ വിധികളെ മാത്രമാണ് അതിൽ പരാമർശിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, കാർത്തിക മാസത്തിൽ, അതായത് തുലാമാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ഠി, സ്കന്ദഷഷ്ഠിയാണ് വളരെ വിശേഷമായിട്ട് എല്ലാവരും നോക്കാറുള്ള ഷഷ്ഠി. അപ്പൊ ഒരു വർഷത്തെ ഷഷ്ഠി വ്രതം നോക്കണമെങ്കിൽ സ്കന്ദഷഷ്ഠി തൊട്ടാണല്ലോ വ്രതം നോറ്റ് തുടങ്ങുന്നത്. അപ്പൊ ഷഷ്ഠി ദേവി ആരാണ്, ഷഷ്ഠി എന്താണ്, ഷഷ്ഠി ദേവി ആരാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ദേവി ഭാഗവതത്തില് നവമസ്കന്ധത്തില് നാരായണ ഋഷി നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഷഷ്ഠി ദേവി ആരാണ്, ഷഷ്ഠി ദേവി എങ്ങനെ പൂജിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ. അതിൽ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ബ്രഹ്മാവ് മൂലപ്രകൃതിയുടെ 1/6 ഭാഗം കൊണ്ട് ഉണ്ടാക്കിയ ദേവിയാണ് അത്രേ ഷഷ്ഠി ദേവി. 1/6 ഭാഗം കൊണ്ട് ഉണ്ടായതുകൊണ്ടാണ് ദേവിക്ക് ഷഷ്ഠി ദേവി എന്ന പേരുണ്ടായത്. ദേവസേന എന്ന പേരോട് കൂടിയ ഈ ദേവി കുട്ടികളുടെ അധിഷ്ഠാന ദേവിയും, കുട്ടികൾക്ക് ആയുസ്സിനെ കൊടുക്കുന്നവളും, കുട്ടികളെ രക്ഷിക്കുന്നവളും, അഷ്ടമാതൃക്കളിൽ വെച്ച് ഉത്തമയും സുബ്രഹ്മണ്യന്റെ ഭാര്യയുമാകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷഷ്ഠി ദേവിയുടെ പ്രാധാന്യത്തെ പറയാനായിട്ട് ഒരു കഥ പറയുന്നുണ്ട്. അതെന്താ വെച്ചാല്, സ്വയംഭവമനുവിന്റെ പുത്രനായിട്ടുള്ള പ്രിയവ്രതന് വിവാഹത്തിൽ താല്പര്യമില്ലാതെ കുറച്ചു കാലം കഴിഞ്ഞു അത്രേ. അപ്പോ ബ്രഹ്മാവ് നിർബന്ധിച്ചിട്ട് അദ്ദേഹം മാലിനി എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. പക്ഷെ ഒരുപാട് കാലം അവർക്ക് കുട്ടികളില്ലാതെ കൊണ്ട് വിഷമിച്ചു. അവര് ഒടുവില് കശ്യപ പ്രജാപതിയെ കൊണ്ട് ഒരു പുത്രകാമേഷ്ടി യാഗം കഴിപ്പിക്കുകയും അങ്ങനെ ആ യാഗത്തിലെ ഹവിസ് കഴിച്ചതോട് കൂടിയിട്ട് മാലിനി ഗർഭിണിയാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യഥാകാലം അവർക്കൊരു കുട്ടി ഉണ്ടായി. പക്ഷെ കുട്ടി ജനിച്ചപ്പോൾ കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല അത്ര. അപ്പൊ അതോട് കൂടിയിട്ട് മാലിനി ബോധം കെട്ട് വീണു. രാജാവും ജനങ്ങളും ഒക്കെ വളരെയധികം ദുഃഖിച്ചു. ഒരു സന്തതി ഒരുപാട് കാലം കൂടി ഉണ്ടായിട്ട് അതിനിങ്ങനെ ഒരു വിധി വന്നല്ലോ എന്നോർത്ത് രാജാവിന് വളരെയധികം ദുഃഖമുണ്ടായി. രാജാവ് ആ കുഞ്ഞിനെയും കൊണ്ട് ചുടുകാട്ടിലേക്ക് പോയി ഇത്ര. അപ്പൊ പോകുമ്പോ ആ കുഞ്ഞിനെ തേജസ് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും തേജസ്സുള്ള ഒരു കുട്ടി ഉണ്ടായിട്ട് അതിനെ അനുഭവിക്കാൻ യോഗ്യല്ലോ എന്ന് വിചാരിച്ച് രാജാവ് വിചാരിച്ചു, ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല, ഞാനും ഇതോട് കൂടിയിട്ട് പ്രാണത്യാഗം ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അങ്ങനെ നടന്നു പോകുമ്പോഴും ആകാശത്ത് ഒരു വലിയ ഒരു അതിദിവ്യമായിട്ടുള്ള ഒരു വിമാനം കാണുകയും ആ വിമാനം രാജാവിന് അടുത്ത് വന്ന് നിൽക്കുന്നു. അതിലൊരു ദിവ്യമായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്ത്രീയെ കണ്ടിട്ട്, ആ ദേവിയെ കണ്ടിട്ട് രാജാവ് ഈ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞിനെ നിലത്ത് വെച്ചിട്ട് ആ ദേവിയെ പൂജിച്ചു, നമസ്കരിച്ചു. ദേവി ആരാണ്, എവിടുന്നാണ് എന്നൊക്കെയുള്ള വിവരങ്ങളെ അന്വേഷിച്ചു അത്രേ. അപ്പോ ദേവി പറഞ്ഞു, ഞാൻ ബ്രഹ്മാവിന്റെ മാനസപുത്രിയും സ്കന്ദന്റെ ധർമ്മപത്നിയുമായിട്ടുള്ള ദേവസേനാദേവിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ദേവി പറഞ്ഞു, പുത്രനില്ലാത്തവന് പുത്രനെയും, ഭാര്യയില്ലാത്തവന് ഭാര്യയെയും, ഭർത്താവില്ലാത്തവൾക്ക് ഭർത്താവിനെയും, ധനമില്ലാത്തവൾക്ക് ധനത്തെയും, എല്ലാവർക്കും ശരിയായി കർമ്മഫലത്തെയും കൊടുക്കുന്നത് ഞാനാണ് എന്ന് ദേവി പറഞ്ഞു. അപ്പൊ രാജാവ് പറഞ്ഞു, എന്റെ മകന്റെ ജീവൻ പോയിരോ, ഈ കുട്ടിക്ക് ജീവൻ തരണം എന്ന് പറഞ്ഞു. അപ്പൊ ദേവി പറഞ്ഞു, ഇത് ഒരു കർമ്മഫലാണ് എന്ന് പറഞ്ഞു. പക്ഷെ രാജാവ് വീണ്ടും 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 പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഈ കുഞ്ഞിനെ ഒരുപാട് കാലം കൂടി കിട്ടിയ ഒരു കുട്ടിയാണ്, ഇതിന് ജീവൻ തരണം എന്ന് പ്രാർത്ഥിച്ചപ്പോ ദേവി ആ കരുണ തോന്നിയിട്ട് കുഞ്ഞിന് ജീവൻ കൊടുത്തു അത്രേ. പക്ഷെ ജീവൻ കൊടുത്തു കഴിഞ്ഞപ്പോ ദേവി കുട്ടിയും കൊണ്ട് പോവാൻ തുടങ്ങി. അപ്പൊ വീണ്ടും രാജാവ് ദേവിയെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു, എന്നെ ഇങ്ങനെ പറ്റിക്കരുത്, ഈ കുഞ്ഞിനെ എനിക്ക് തന്നെ തരണം എന്ന് പറഞ്ഞ് ഒരുപാട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ദേവി ആ കുഞ്ഞിനെ രാജാവിനെ തന്നെ ഏൽപ്പിച്ചു അത്രേ. എന്നിട്ട് പറഞ്ഞു, ഇത് സാധാരണ ഒരു കുട്ടിയല്ല, ഇത് നാരായണന്റെ അംശജനായിട്ടുള്ള ഒരു കുട്ടിയാണ്. മാത്രമല്ല ഇവൻ മഹാ തേജസ്വിയും
3 ലോകങ്ങളും ഭരിക്കാൻ പോകുന്നവനുമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇവന് സുവ്രതൻ എന്ന് പേരിടണം. മാത്രല്ല നീയും നിന്റെ രാജ്യത്തിലുള്ള എല്ലാവരും തന്നെ ഷഷ്ഠീവ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചാല് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഷഷ്ഠീവ്രതത്തിന്റെ വിധികളെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് നാരായണ ഋഷി ഈ നാരദ മഹർഷിക്ക് ഈ ഷഷ്ഠി ദേവിയുടെ മൂലമന്ത്രത്തെയും അതുപോലെ സ്തോത്രത്തെയും പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഷഷ്ഠി ദേവി ചരിതം അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഇതാണ് ഷഷ്ഠി ദേവിയുടെ ഉത്ഭവ കഥയെ പറ്റി, പ്രാധാന്യത്തെ പറ്റി പറയണ ഒരു കഥ പറയണത്. പിന്നെ ഷഷ്ഠി ആദ്യമായിട്ട് ആചരിച്ചത് എല്ലാവർക്കും അറിയാം, പാർവതി ദേവിയാണ് ഷഷ്ഠി വ്രതം ആദ്യമായിട്ട് അനുഷ്ഠിച്ചത്. അതായത് താരകാസുരനെ വധിക്കാനായിട്ടുള്ള സുബ്രഹ്മണ്യന്റെ ജനനത്തെ പറ്റിയിട്ടുള്ള കഥകളൊക്കെ എല്ലാവർക്കും നിശ്ചയുണ്ടാവും. അപ്പൊ ആ ആസുരനെ വധിക്കുന്ന സമയത്ത് ആ അസുരൻ ഒരുപാട് മായാവിദ്യകൾ കാണിച്ചപ്പോൾ കുഞ്ഞായിട്ടുള്ള ഈ കുമാരന് എന്തെങ്കിലും ആപത്ത് വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഭഗവതി അന്ന് അനുഷ്ഠിച്ച വ്രതമാണത്രേ ഷഷ്ഠി വ്രതം. അപ്പൊ മാത്രല്ല അതിനു ശേഷവും ഒരുപാട് പ്രാവശ്യം ഭഗവതി ഷഷ്ഠിവ്രതം അനുഷ്ഠിച്ചിട്ടുണ്ടാണെന്ന് പറയുന്നത്. അതില് പറയണ വേറൊരു പ്രധാനപ്പെട്ട കഥ എങ്ങനെയാന്ന് വെച്ചാല്, ഒരിക്കല് ഓംകാരത്തിന്റെ അർത്ഥം ചോദിച്ചിട്ട് ബ്രഹ്മാവിന്റെ അടുത്ത് സ്കന്ദൻ പോയി എന്നും, അപ്പോ ബ്രഹ്മാവ് പറഞ്ഞു ഓംകാരം തന്നെ ബ്രഹ്മം എന്ന് പറഞ്ഞു കൊടുത്തു അത്രേ. അപ്പൊ ഉത്തരം മതിയാവാതെ കൊണ്ട് വന്നപ്പോ കുമാരന് ദേഷ്യം വരികയും ബ്രഹ്മാവിനെ പിടിച്ചു കെട്ടുകയും ചെയ്തു അത്രേ. അപ്പൊ ഇത് കണ്ടിട്ട് മഹാദേവൻ ഓടി വന്നിട്ട് ബ്രഹ്മാവിനെ അതിൽ നിന്ന് മോചിപ്പിക്കും. ഇങ്ങനെ മഹാ അപരാധാണ് നീ ചെയ്തത് എന്ന് പറഞ്ഞത് കുമാരനെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു അത്ര. അപ്പോ ഇതില് പശ്ചാത്താപം തോന്നിയിട്ട് ഇങ്ങനെ ഒരു മഹാപരാധം ചെയ്തുവല്ലോ എന്നുള്ള അതിന് പ്രായശ്ചിത്തായിട്ട് കുമാരൻ തന്റെ ശരീരത്തെ സർപ്പത്തിന്റെ രൂപമാക്കി എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോ പാർവതിക്ക് സങ്കടം, വളരെ അധികം സങ്കടമായി. കുമാരനെ തിരികെ ആ രൂപത്തിലേക്ക് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാനായിട്ട് മഹാദേവനോട് ചോദിച്ചു, ഇനി എന്ത് ചെയ്താലാണ് കുമാരനെ ശരിയായ രൂപത്തിൽ കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ മഹാദേവൻ പറഞ്ഞു കൊടുത്താണ് അത്രേ ഷഷ്ഠി വ്രതം അനുഷ്ഠിക്കാനായിട്ട്. 108 ഷഷ്ഠി വ്രതം ആചരിക്കാനാണ് പറഞ്ഞത്. അത് ചെയ്തത് 9 വർഷം കൊണ്ടാണ് ഭഗവതി അത് പൂർത്തിയാക്കിയത് അത്ര. അതിനുശേഷം കുമാരനെ ശരിയായ രൂപത്തിൽ തിരിച്ചു കിട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ വെളുത്ത പക്ഷത്തിലെ ഷഷ്ഠിയാണ് അനുഷ്ഠിക്കുക എന്നുള്ളതൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോ ഷഷ്ഠി വ്രതത്തിൽ കൊണ്ട് എന്താണ് ലഭിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദിഷ്ടകാല സിദ്ധി, അതുപോലെ സർപ്പദോഷങ്ങള്, ത്വക്ക് രോഗങ്ങൾക്ക് ശമനം, പിന്നെ കുട്ടികളുടെ ഉന്നതി, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ഇതൊക്കെയാണ് ഷഷ്ഠി വ്രതം കൊണ്ടുള്ള ഫലങ്ങളായിട്ട് പറയുന്നത്. ഇത്രയൊക്കെയാണ് സാമാന്യമായിട്ട് ഷഷ്ഠിയെ പറ്റി പറയാനുള്ളത്. പിന്നെ ഒരുപാട് ഇൻഫോർമേഷൻസ് യൂട്യൂബിലൊക്കെ ഉണ്ട് ഷഷ്ഠി പറ്റിയിട്ടൊക്കെ, സ്കന്ദന്റെ ജനനത്തെ പറ്റിയൊക്കെ ഇട്ടുള്ളത് ഒരുപാട് എല്ലാവർക്കും അറിയാവുന്ന കഥകളും ആയിരിക്കും എന്ന് വിചാരിക്കും. കൂടുതൽ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ ഈ വാക്കുകൾ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം അമൃതേശ്വരി നമഃ. ഓം ഭദ്രം കർണേഭ്യഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമ അക്ഷഭിര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിർവ്യശേമ ദേവഹിതം യദായുഃ. ഓം ശാന്തി ശാന്തി ശാന്തി. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഏകാദശിയുടെ മാഹാത്മ്യത്തെ കുറിച്ചാണ് നമുക്കിന്ന് ചിന്തിക്കാനുള്ളത്. പൊതുവിൽ നിങ്ങൾ എല്ലാവരും ഈ ഗ്രൂപ്പിൽപ്പെട്ടവരൊക്കെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും ഏകാദശിയെ കുറിച്ച് പറഞ്ഞതുപോലെ അത്രയ്ക്കൊന്നും പ്രഗത്ഭനൊന്നും അല്ല ഞാൻ. പിന്നെ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് സംസ്കൃതം, എന്നാൽ ദർശനങ്ങളുടെയോ ഒന്നും ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. എങ്കിലും എൻ്റെ അറിവിൽ പെട്ടിടത്തോളം ഏകാദശിയെക്കുറിച്ച്, അതിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ഞാൻ ചിലത് പറയാൻ ശ്രമിക്കുകയാണ്.
പൊതുവിൽ ഏകാദശി എന്തിനു വേണ്ടി അനുഷ്ഠിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ കായികമായിട്ടും മാനസികമായിട്ടും വാചികമായിട്ടും ചെയ്യുന്ന പാപങ്ങളുടെ പരിഹാരത്തിനായിട്ടാണ് ശരിക്കും നമ്മൾ ഏകാദശി അനുഷ്ഠിക്കുന്നത്. പാപങ്ങൾ ഇല്ലാതെയായാൽ, മനുഷ്യൻ പൂർണ്ണമായിട്ടും നിർമ്മലനായാൽ, പിന്നെ മനുഷ്യനും ഈശ്വരനും തമ്മിൽ വ്യത്യാസമില്ല. കാരണം ഈശ്വരനുള്ള അറിവ്, ഈശ്വരനെ പോലെ അറിവ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നത് ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി. ബ്രഹ്മവിത്ത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയുന്നവൻ, ബ്രഹ്മം തന്നെ ആയിത്തീരുന്നു. അതിൽ നിന്ന് നമുക്കുള്ള ഒരു വ്യത്യാസം, ബ്രഹ്മം അറിയുമ്പോൾ നമ്മൾ നിർവൃതിയിലേക്ക് എത്തുകയാണ്. നിർവൃതി എന്ന് പറഞ്ഞാൽ ആവൃത്തി എന്നുള്ളതിന്റെ വിപരീതമാണ്. ആവൃത്തി എന്ന് പറഞ്ഞാൽ ആവരണമാണ്. അപ്പൊ നമുക്കൊരു ആവരണമുണ്ട്. ആ ആവരണം മാറിയാൽ നിർവൃതിയായി. നിർവൃതിയായാൽ എന്തായി തീർന്നു? പരമാത്മാവും ജീവാത്മാവും ഒന്നായി തീർന്നു. അത് തടാകത്തിന്റെ തീരത്ത് നമ്മൾ നിൽക്കുകയാണ്. ആ തടാകത്തിൽ സൂര്യബിംബം പ്രതിബിംബിച്ച് കാണാം. അതിൽ നമ്മളൊരു കുടം നമ്മൾ അതിൽ മുക്കി വെച്ചാൽ ആ കുടത്തിലും സൂര്യന്റെ പ്രതിബിംബം ഉണ്ടാകും. ഒരു 100 കുടങ്ങൾ മുക്കി വെച്ചാൽ ആ 100 കുടത്തിലും സൂര്യന്റെ പ്രതിബിംബം ഉണ്ടാകും. ഈ ഓരോ കുടവും പൊട്ടിയാൽ സൂര്യന്റെ പ്രതിബിംബത്തിന് യാതൊരു മാറ്റവും വരുന്നില്ല. അത്രയും വിഭാഗങ്ങളില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാം കൂടെ ഒന്നായിരിക്കും. ഏതാണ്ട് ഇതുപോലെയാണ് മനുഷ്യൻ നിർവൃതിയിലേക്ക് വരുന്നത്. മാനുഷികമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. വ്യക്തിയുടെ ആ ഒരു ശരീരം, ജീവന് വസിക്കുവാൻ യോഗ്യമായ ഒരു ശരീരം, ആ ശരീരത്തിൽ ഒരു ആത്മചൈതന്യം കുടികൊള്ളുമ്പോൾ വ്യക്തമാക്കുന്നത് കൊണ്ടാണ്. ഒരാൾ നടക്കുമ്പോൾ, ഒരാൾ ശ്വസിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സസ്യം നമ്മൾ കാണുമ്പോൾ, സസ്യം വളരുന്നു, അത് പുഷ്പിക്കുന്നു, ഇതെല്ലാം കാണുമ്പോൾ നാം മനസ്സിലാക്കും അതിൽ ചൈതന്യമുണ്ട്. ഈശ്വര ചൈതന്യത്തെ വ്യക്തമാക്കുന്നതെല്ലാം വ്യക്തികളാണ്. അപ്പൊ ഈ വ്യക്തിക്കുള്ള പ്രത്യേകത എന്താണ്? അവർക്ക് ഒരു ശരീരം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് മാറി പരമാത്മാവുമായി ഒന്നായി തീരണമെങ്കിൽ ആവശ്യമായിരിക്കുന്നത് ഒന്ന് പരമാത്മാവിനെ കുറിച്ചുള്ള അറിവ്, പിന്നെ നമ്മുടെ ശരീരത്തിന്റെ ത്യാഗവും ആണ്. ഇതിലേക്ക് നയിക്കുന്ന ഒരവസ്ഥയാണ് വാസ്തവത്തിൽ ഈ ഏകാദശി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അറിയാം, യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? യോജിക്കലാണ് യോഗം. ജീവാത്മാവ്, ശരിക്കും പറഞ്ഞാൽ ജീവാത്മാവ് പരമാത്മാവുമായി യോജിക്കുന്നതാണ് യോഗം. നമ്മൾ സാധാരണ യോഗക്ഷേമങ്ങൾ എന്ന് പറയാറുണ്ട്. യോഗക്ഷേമങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ് യോഗം. വന്നു ചേരുക, നമുക്ക് ഉള്ളത് നഷ്ടപ്പെടാതിരിക്കുക, അതാണ് ക്ഷേമം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് രണ്ടും വേണം. യോഗക്ഷേമങ്ങൾ വേണം. ഇപ്പൊ സമ്പത്തില്ലാത്ത ഒരാൾക്ക് സമ്പത്തുണ്ടാകണം, അപ്പൊ അത് യോഗമാണ്. പക്ഷെ സമ്പത്തുണ്ടാകുന്ന സമയത്ത് അത് അനുഭവിക്കാൻ പറ്റാത്ത വിധത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ യോഗം ഇല്ലാതെയായി, ക്ഷേമം ഇല്ലാതെയായി. അപ്പൊ നമുക്ക് യോഗം ഉണ്ടാവണം, അതോടൊപ്പം ക്ഷേമവും വേണം. അപ്പൊ ഇതാണ് നമ്മുടെ യോഗക്ഷേമങ്ങൾ എന്ന്. അപ്പൊ യോഗം യോജിക്കൽ തന്നെയാണ്. നമ്മുടെ യോഗവിദ്യ നമുക്കുണ്ട്, യോഗശാസ്ത്രം തന്നെ അഷ്ടാംഗ യോഗങ്ങളിൽ ഏറ്റവും അവസാനത്തേത് പറയുന്നത് സമാധിയാണ്. നമ്മൾ പറയില്ലേ, യമം, നിയമം, ആസനം, പ്രാണായാമം എന്ന് തുടങ്ങി സമാധി വരെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. സമാധി എന്ന് പറയുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ? സമ്യക്
ധീയതേ, നന്നായിട്ട് നന്നായിട്ട് ഒന്നിലേക്ക് നമ്മൾ കൊണ്ട് എത്തിക്കുന്നതാണ് സമാധാനം അഥവാ സമാധി എന്ന് പറയുന്നത്. നമ്മളൊരു ചടങ്ങ് നടത്തുമ്പോൾ, ഒരു പവിത്രമായ ഒരു ചടങ്ങ് നടത്തുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ വിളക്ക് കത്തിക്കുകയാണ് ചെയ്യുന്നത്. ആ വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വിളക്ക് കത്തിക്കുന്നത്? ഒരു കയ്യിൽ നമ്മൾ വിളക്കെടുക്കും. വിളക്കെടുക്കുമ്പോൾ കത്തിക്കാനുള്ള വിളക്കെടുക്കും. അപ്പൊ നമ്മൾ കൂപ്പ് കൈ കൊണ്ടാണ് വിളക്കെടുക്കുന്നത്. ആ വിളക്ക് എടുക്കാൻ വേണ്ടി ഒരു കൈ കൊണ്ട് നമ്മൾ വിളക്ക് എടുക്കുകയും മറ്റേ കൈ അതിനനുസരിച്ച് ഒരൽപ്പം പിന്നിലേക്ക് നീക്കി പിടിക്കുകയും ചെയ്യുന്നു. അല്ലാണ്ട് ആ കൈ, ഒരു കയ്യിൽ നമ്മൾ വിളക്കെടുക്കുന്ന സമയത്ത് ആ കൈയിന് താങ്ങായിട്ട് മറ്റേ കൈയിനെ ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്. കൂപ്പ് കൈ ആയതുകൊണ്ട് ആ കൈ ഒരൽപ്പം പിന്നിലേക്ക് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സമാധാനത്തെയാണ്. സമ്യക്കായി ആധാനം ചെയ്യുക. അതായത് നമ്മുടെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും എല്ലാം ഒരു കേന്ദ്ര എന്ന് പറയുന്നത്. അപ്പോൾ വിളക്ക് കത്തിക്കുമ്പോൾ തന്നെ പറയുന്നത് എങ്ങനെ വിളക്ക് കത്തിക്കണമെന്ന്. ശ്രദ്ധയാ അഗ്നി സമിധ്യതേ. ശ്രദ്ധാം മൂർധനി വചസാ വേദയാമസി. നമ്മുടെ ശ്രദ്ധയാണ് വിശ്വാസം. ശ്രദ്ധാമ വിശ്വാസ തദസ്യാം ധീയതേ ഇതി ശ്രദ്ധ. അപ്പൊ നമ്മുടെ വിശ്വാസത്തെ മുഴുവനായും അതിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. എന്നിട്ട് ഈ കാറ്റില്ലാത്തപ്പോ വിളക്കിന്റെ ആ ശിഖ എങ്ങനെ നിൽക്കുന്നുവോ അതുപോലെ നമ്മുടെ ബുദ്ധിയും പ്രവൃത്തി ചെയ്യുമ്പോഴും ആദ്യമേ വേണ്ടത് സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നതും എന്താണ് പറഞ്ഞു എന്നുള്ളത്. ആദ്യം വേണ്ടത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ എല്ലാറ്റിനെയും നമ്മിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് വേണ്ടത്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മള് ഇപ്പോ ഒരു 5 പേര് കൂടി, 5 ബ്രാഹ്മണര് കൂടിയിട്ട് പുണ്യാഹത്തില് ഇപ്പൊ 5 പേര് കൂടി പുണ്യാഹം ഉണ്ടാക്കാണ്. അപ്പൊ ആദ്യമേ തന്നെ ഉരുളിയില് വെള്ളം എടുക്കുന്നു. വെള്ളം എടുത്തിട്ട് ആ വെള്ളവും കൊണ്ട് ഇവര് എല്ലാവരും നിൽക്കുന്ന സമയത്ത് അതിന് നേതൃത്വം കൊടുക്കുന്ന ആൾ ആദ്യം പറയാ ഓം മനഃ സമാധീയതാം എന്നാണ്. നിങ്ങൾ എല്ലാവരും മനസ്സിനെ സമാധാനം ചെയ്യൂ എന്നാണ്. അപ്പൊ മനസ്സിനെ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? സമാഹിത മനസ്സഹ സ്മഹ, ഞങ്ങൾ സമാഹിത മനസ്സുകളായിരിക്കും. അപ്പൊ മനസ്സിന്റെ സമാധാനമാണ് ഏറ്റവും പ്രധാനം. അതിനെ പ്രതീകമായിട്ടാണ് നമ്മൾ ഈ വിളക്ക് കത്തിക്കുന്നത്. അതാണ് ശ്രദ്ധയാ അഗ്നി സമിധ്യതേ. ശ്രദ്ധയോടെയാണ് ഈ അഗ്നിയെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കത്തിക്കുന്നത്. ശ്രദ്ധയാ അഗ്നി സമിധ്യതേ ശ്രദ്ധയാ ഹൂയതേ ഹവിഹി. ശ്രദ്ധയോടെയാണ് ഹവിസിനെ ഞങ്ങൾ ഇതിൽ സമർപ്പിക്കുന്നത്. ശ്രദ്ധാം ഭഗസ്യ മൂർധനി വചസാ വേദയാമസി. ശ്രദ്ധയെ എല്ലാ ഐശ്വര്യങ്ങളുടെയും മൂർധാവിലായി വചസ് കൊണ്ട് ഞങ്ങളിതാ സമർപ്പിക്കുന്നു എന്നാണ്. അപ്പൊ ഏറ്റവും പ്രധാനം, ഏത് കർമ്മവും ഫലവത്താകണമെങ്കിൽ ശ്രദ്ധ വേണം. അപ്പൊ ശ്രദ്ധയുടെ നിർവചനമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ശ്രദ്ധാമ വിശ്വാസ. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. തദസ്യാം ധീയതേ ഇത് ശ്രദ്ധ. അതിനെ ഇതിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു
എന്നാണ് ശ്രദ്ധ എന്ന പദത്തിന്റെ അർത്ഥം. നമ്മൾ പലപ്പോഴും നമ്മുടെ യുവജനോത്സവങ്ങൾ നടക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിമാര് പല മതങ്ങളിൽപ്പെട്ടവരും ഉണ്ടാകും. അപ്പൊ ചിലർ വിളക്ക് കത്തിക്കാൻ മടി പറഞ്ഞിട്ടുള്ള ആളുകളെ നമുക്ക് അറിയാം. ചിലർ യുവജനോത്സവത്തിന് ദീപം തെളിയിക്കാൻ മന്ത്രിയോട് പറയുമ്പോൾ മന്ത്രി പറയും ഞാൻ ദീപം തെളിയിക്കില്ല എന്ന് പറയും. അപ്പോ പലരും പറയും അയാൾക്ക് അതിൽ വിശ്വാസമില്ല. അപ്പൊ ഞാൻ പറയാറെന്താന്ന് വെച്ചാല് ഇങ്ങനെ പറയുന്നവരെക്കാൾ കൂടുതൽ അതിനെക്കുറിച്ച് അറിയാവുന്നത് മന്ത്രിക്കാണ്. കാരണം ഈ ദീപം ജ്വലിപ്പിക്കുന്നത് പാവനമായ ഒരു കർമ്മമാണെന്നും ആ ദീപത്തിന്റെ ആ പ്രകാശം പോലെ സത്യമായിരിക്കണം കാര്യങ്ങളെന്നും ഒക്കെ ഇതിനർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിൽ ബോധ്യമില്ലാത്ത മന്ത്രി അത് കത്തിക്കാതെ ഇരിക്കുന്നത്. അപ്പൊ ആ ദീപത്തിന്റെ ജ്വാല പോലെ ഏകാഗ്രമായി നമ്മൾ ഇരിക്കണം. അതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇത് നമ്മൾ ഈ ഏകാദശിയിലേക്ക് വരുമ്പോൾ എവിടെയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അവിടെ പറയാണ് കായേന കുരുതേ പാപം മനസാ സമ്പ്രധാര്യ തത് അനൃതം ജിഹ്വയാച്ച ആഹ ത്രിവിധം കർമ്മ പാതകം. നമ്മൾ 3 പ്രകാരത്തിലുള്ള പാതകങ്ങൾ ചെയ്യാറുണ്ട്. ഈ പാതകങ്ങൾക്ക് പരിഹാരമാണ് ഒന്നാമതായിട്ട് ഈ ഏകാദശിയിലൂടെ നമ്മൾ ചെയ്യുന്നത്. 3 പ്രകാരത്തിലും എന്തൊക്കെയാണ്? ഒന്ന്, കായേന കുരുതേ പാപം. ശരീരം കൊണ്ട് നമ്മൾ പാപകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അപ്പൊ കായേന വാച മനസ്സ അറിയാമല്ലോ നമുക്ക്. പിന്നെയോ ശരീരം കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതെങ്ങനെയാണ്? മനസ്സാ സമ്പ്രധാര്യ തത്, അതിനെ മനസ്സുകൊണ്ട് സംപ്രധാരണം ചെയ്താണ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിന്റെ ഇൻവോൾവ്മെന്റ് അതിനകത്ത് വന്നുപോയി, മനസ്സും ശരീരവുമായി. ഇനി അനൃതം ജിഹ്വയാച്ച ആഹ, ജിഹ്വ നാവ്, നാവ് കൊണ്ട് അനൃതം. അനൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഋതമല്ലാത്തത്. ഋതം എന്താണ്? ഋതം എന്ന് പറഞ്ഞാൽ സത്യം. സത്യം സത്യം ത്വർത്ഥേന പരിഷിഞ്ചാമി ഭൂർഭുവസ്വരോം അമൃതോപസ്തരണമസി. രമണൻ ഊണ് കഴിക്കുന്ന സമയത്ത് ആദ്യമേ തന്നെ ഉപസ്തരിക്കുന്നു. ജലം കൊണ്ട് ആ ഭക്ഷണത്തെ തളിക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രമാണ് സത്യം ത്വർത്ഥേന പരിഷിഞ്ചാമി. അല്ലയോ ഭോജനമേ, അന്നമേ, നിന്നെ ഞാൻ സത്യത്താൽ പരിസേചനം ചെയ്യുന്നു. സത്യം ത്വർത്ഥേന. ത്വർത്ഥേന എന്നുള്ളത് ത്വാ ഹൃദയന എന്നുള്ളതാണ്. സന്ധി ചേർന്നിട്ടാണ് അത് ത്വർത്ഥേന എന്നാകുന്നത്. അപ്പോ സത്യമായ ഭോജനം അതേ കഴിക്കൂ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ സത്യം ഋതം അനൃതമായി നാവ് കൊണ്ട് പറയുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കായേന വാച മനസ എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾ. ഇങ്ങനെയുള്ള എല്ലാ വിധത്തിലുമുള്ള പാപങ്ങളെ മാറ്റിക്കളയുന്നതിനാണ് നമ്മൾ ഈ വ്രതം ശരിയായിട്ട് അനുഷ്ഠിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ മഹത്വത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് ഏറ്റവും നല്ലത് എന്താണ്? ഒന്നാമത് ഈ നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ആരാണ് നമ്മുടെ ഈ നന്നായിട്ട് ഗുരുവിൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ച അജാമിളൻ. അജാമിളൻ ഗുരോർഗിര കാനനമേത്യ ദൃഷ്ടവാൻ സുദൃഷ്ടശീലാം കുലടാം മദാലസ. നന്നായി എല്ലാ അനുഷ്ഠാനങ്ങളോടും കൂടി ജീവിച്ച അജാമിളൻ ഒരു ദിവസം കാനനത്തിൽ പോയി അവിടെ വെച്ച് സുദൃഷ്ടശീലയായ ഒരു കുലടയെ കണ്ടു, അവളോടൊപ്പം രമിച്ചു. അവസാനം അദ്ദേഹത്തിന് അവളുടെ മക്കളൊക്കെ ഉണ്ടായി. അദ്ദേഹം തൻ്റെ ഇളയ മകന് നാരായണൻ എന്ന് പേരിട്ടു. മരിക്കാൻ നേരത്ത് യമകിങ്കരന്മാരെ കണ്ടപ്പോൾ ഭയന്നുകൊണ്ട് ഇളയ മകനെ വിളിച്ചു നാരായണ എന്ന് വിളിച്ചു. ആ നാമത്തിന്റെ മഹത്വം കൊണ്ട് ഈശ്വരന്റെ വിഷ്ണുവിന്റെ പാർഷദന്മാർ അവിടെ നിന്ന് യമകിങ്കരന്മാരെ തുരത്തി എന്ന് പറയുന്നുണ്ട്.
യമകിങ്കരന്മാർ ഒരു കാര്യം ആ സമയത്ത് യമകിങ്കരന്മാരോട് ഒരു കാര്യം നാരായണ പാർഷദന്മാർ, വിഷ്ണുവിന്റെ പാർഷദന്മാർ പറഞ്ഞു. അവർ പറഞ്ഞത് ഇതാണ്: ശ്രുതി സ്മൃതിഭ്യാം വിഹിത വ്രതാദയ പുനന്തി പാപം ന ലുനന്തി വാസനാം അനന്തസേവാതു വികൃന്തതി ദ്വയീം ഇതി പ്രഭോ ത്വത് പുരുഷ ബഭാഷിരേ. അവർ പറഞ്ഞതാണ്, ശ്രുതികളിലും സ്മൃതികളിലും പല പ്രായശ്ചിത്ത കർമ്മങ്ങളും പറയുന്നുണ്ട്. അവ പാപത്തെ നശിപ്പിക്കും, പാപം ഇല്ലായ്മ ചെയ്യും. പക്ഷേ പാപവാസനയെ ഇല്ലായ്മ ചെയ്യുകയില്ല. എന്നാൽ വിഷ്ണുവിനെ സ്മരിക്കുന്നതും സ്തുതിക്കുന്നതും രണ്ടിനെയും ഇല്ലായ്മ ചെയ്യും. അതായത് പാപവും ഇല്ലാതെയാക്കും, പാപവാസനകളും ഇല്ലാതെയാക്കും. അപ്പൊ പാപവും പാപവാസനയും ഇല്ലാതെയാക്കുന്നതിനാണ് എന്ത്? അനന്തസേവാതു വികൃന്തതി ദ്വയീം ഇതി പ്രഭോ ത്വത് പുരുഷ ബഭാഷിരേ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പാപവും പാപവാസനയും അതില്ലാതെ. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ഏകാദശിയിൽ നമ്മൾ വിഷ്ണു ഭഗവാനെയാണ് സ്മരിക്കുന്നതും സ്തുതിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം. അപ്പൊ അതിൻ്റെ ഒരു മഹത്വത്തെ അറിയണമെങ്കിൽ സാധാരണ നമ്മൾ പറയാറുണ്ട്, രുക്മാംഗദന്റെ ചരിതം പറയാറുണ്ട് അല്ലെ, രുക്മാംഗദനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശുനശേഖനെ കുറിച്ച് പറയാറുണ്ട്. പക്ഷെ അംബരീഷിന്റെ കഥയൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അംബരീഷിന്റെ കഥ പറയുന്നതിന് മുൻപായിട്ട് അംബരീഷിന്റെ പിതാവിനെ കുറിച്ചും കൂടെ നമ്മളൊന്ന് ഓർക്കണം എന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. അംബരീഷിനെ പറ്റും പറയാറുണ്ട്, അംബരീഷിന്റെ കാര്യം പറയാറുണ്ട്, രുക്മാംഗദന്റെ കാര്യം പറയാറുണ്ട്. പക്ഷെ അംബരീഷിന്റെ പിതാവിനെ കുറിച്ച്, അംബരീഷിന്റെ പിതാവ് ആരാണ്? മാന്ധാതാവാണ്. മാന്ധാതാച്ച മഹീപതി കൃതയുഗ ആലങ്കാരഭൂത എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാന്ധാതാവ് എന്ന ആ രാജാവ്, അദ്ദേഹം കൃതയുഗ അലങ്കാരഭൂത, കൃതയുഗത്തിന് അലങ്കാരഭൂതനാണ് ഈ മാന്ധാതാവ്. അപ്പൊ ഈ മാന്ധാതാവ് ഇക്ഷ്വാകു വംശജനാണ് കേട്ടോ. ശ്രീരാമന്റെ ഒക്കെ വംശത്തിൽ അദ്ദേഹത്തിനേക്കാളൊക്കെ വളരെ മുൻപ് ഉണ്ടായ ആളാണ് ഈ മാന്ധാതാവ്. മാന്ധാതാവ് രാജ്യം കൃതയുഗത്തിലാണ് രാജ്യം ഭരിക്കുന്നു. ആർക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ല, യോഗക്ഷേമങ്ങൾക്ക് യാതൊരു കുറവും ആർക്കുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ രാജ്യത്ത് അനാവൃഷ്ടി വരുന്നു. 3 കൊല്ലത്തോളം അനാവൃഷ്ടി ഉണ്ടായി. രാജാവ് പരിഭ്രാന്തനായി. തൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ? രാജാവിൻ്റെ ദുരാചാരങ്ങൾ കൊണ്ടാണ് സാധാരണ ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവുക. എന്താണ് ഇതിന്റെ കാരണം? ആരോടാണ് ചോദിക്കുന്നത്? അദ്ദേഹം ഇതിന്റെ കാരണങ്ങൾ അന്വേഷിച്ച് സപ്തർഷികളെ പോയി കണ്ടു. അപ്പോ അഗസ്ത്യൻ, അങ്കിരസ്, പുലസ്ത്യൻ, ക്രതു, വസിഷ്ഠൻ എല്ലാവരെയും ചെന്ന് കണ്ടു. അവിടെ ചെന്നപ്പോ അവർ പറഞ്ഞു, ഇത് അങ്ങയുടെ ദുരാചാരം കൊണ്ടുവന്നാൽ അങ്ങയുടെ രാജ്യത്ത് ഒരു ശൂദ്രൻ തപസ്സനുഷ്ഠിക്കുന്നുണ്ട്. ഇത് കൃതയുഗമാണ്. ഈ കൃതയുഗത്തിൽ ബ്രാഹ്മണന് മാത്രമേ തപസ്സിന് അധികാരമുള്ളൂ. ഈ ശൂദ്രൻ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അങ്ങ് പോയി അയാളെ നിഗ്രഹിക്കുക, എന്നാൽ ഈ വ്യതികരം, ഈ കഷ്ടപ്പാട് മാറിക്കിട്ടും എന്ന് പറഞ്ഞു. മാന്ധാതാവ് പറഞ്ഞ മറുപടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിഷ്കന്മഷനായ ഒരാൾ, അയാൾ നല്ല ബുദ്ധിയോടുകൂടി തപസ് അനുഷ്ഠിക്കുന്നു. അയാൾ ചെയ്യുന്നൊരു പാതകമൊന്നുമല്ല, അയാൾ തപസ് അനുഷ്ഠിക്കുകയാണ്. തപസ് അനുഷ്ഠിക്കുന്ന ഒരു നിരപരാധനെ ഞാൻ നിഗ്രഹിക്കില്ല, അത് അധർമ്മമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഇതിന് പ്രായശ്ചിത്തം ചെയ്യാനുണ്ടെങ്കിൽ മഹർഷിമാർ അത് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു മാന്ധാതാവിനോട്. മാന്ധാതാവ് മഹർഷിമാരോട്. അപ്പോ അതില് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു. എന്താണ് അവർ പറഞ്ഞത്? അങ്ങ് പോയി ഒരു കാര്യം ചെയ്യൂ, അങ്ങ് വളരെ കൃച്ഛ്രമായിട്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ചെന്നിട്ട് എന്താണ് ചെയ്തത്?
സർവവർണ്ണങ്ങളെയും കൂട്ടി, ബ്രാഹ്മണനെ മാത്രമല്ല, ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും എല്ലാവരും കൂടെ പോയി ഏകാദശി വ്രതം അനുഷ്ഠിച്ചു. ആ വ്രതത്തിലൂടെ അദ്ദേഹത്തിന്റെ രാജ്യത്തിന് വീണ്ടും എല്ലാ സമൃദ്ധിയും കൈവന്നു. അപ്പൊ അവിടെ അദ്ദേഹം മുറുകെ പിടിച്ച ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ, നിഷ്കന്മഷനായിട്ടുള്ള, നിരപരാധനായിട്ടുള്ള ഒരു മനുഷ്യൻ തപസ് ചെയ്യുന്നതിന്റെ പേരിൽ താൻ അയാളെ നിഗ്രഹിക്കില്ല. അതിന് പകരം താൻ എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യും എന്നാണ്. അപ്പൊ അതിന് ചെയ്ത പ്രായശ്ചിത്തം. അപ്പോ ഈ പ്രായശ്ചിത്തം, ഈ വ്രതാനുഷ്ഠാനം ഒരാളുടെ മാത്രമല്ല, മറ്റൊരാളുടെയും താൻ ഉദ്ദേശിക്കുന്ന മറ്റുള്ള വ്യക്തികളുടെ ഉൾപ്പെടെ കന്മഷങ്ങളെ നീക്കിക്കളയുന്നതിന് പര്യാപ്തമാണ് ഈ വ്രതം, ഈ ഏകാദശി വ്രതം എന്ന് സ്ഥാപിച്ച ആളാണ് മാന്ധാതാവ്. ഇനി ഈ മാന്ധാതാവിന്റെ മകനാണ് അംബരീഷൻ. അംബരീഷന്റെ കഥ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കും. എങ്കിലും ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശുനശേബന്റെ കഥയും കൂടെ വരുന്നുണ്ട്. ഈ ശുനശേബന്റെ കഥ ചിലപ്പോഴൊക്കെ നമ്മൾ വേറെ വിധത്തിലും കേൾക്കാറുണ്ട്. അതുകൊണ്ട് വേദത്തിൽ പറയുന്ന ഒരു വേർഷൻ ഉണ്ട് അതിന്, ഈ ശുനശേബന്റെ കഥയ്ക്ക്. അപ്പൊ അതുകൊണ്ട് അതും മറ്റേ നമ്മുടെ ഇതിഹാസങ്ങളിലൊക്കെ പറയുന്ന കഥയുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. ഈ അംബരീഷൻ ആദ്യമേ തന്നെ എന്താണ് ഏകാദശി വ്രതം തോൽക്കുന്ന ആളാണ്. അംബരീഷന്റെ ഏകാദശി വ്രതത്തിൽ വളരെയേറെ അസഹിഷ്ണുത ദേവേന്ദ്രന് പോലും ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് അംബരീഷൻ ചില യാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അംബരീഷൻ യാഗങ്ങൾ ചെയ്തപ്പോൾ യാഗപശുവിനെ ഒരിക്കൽ ദേവേന്ദ്രൻ മോഷ്ടിച്ചു കൊണ്ടുപോയി. എല്ലായിടത്തും അന്വേഷിച്ചിട്ട് യാഗപശുവിനെ കിട്ടിയില്ല. അപ്പൊ പുരോഹിതൻ പറഞ്ഞു കൊടുത്തു, യാഗപശുവിന് പകരം ഒരു ശിശുവിനെ, മനുഷ്യനെ എന്ത് ചെയ്താൽ മതി, യാഗം ചെയ്താൽ മതി എന്ന് പറഞ്ഞു, ബലി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതനുസരിച്ചിട്ട് ഇദ്ദേഹം അംബരീഷൻ എല്ലായിടത്തും അന്വേഷിച്ച് നടന്നു. ആരെയാണ് കിട്ടുക? ഒരു കുട്ടിയെ ആരാണ് കൊടുക്കുക? മാതാപിതാക്കന്മാർ കൊടുക്കണ്ടേ? അപ്പൊ അങ്ങനെ നടന്ന് അവസാനം ഒരല്പം ധനത്തിനോട് അഭിനിവേശം കൂടുതലുള്ള ഋജീകനെ കണ്ടെത്തി. ഋജീകന് 3 ആൺമക്കളുണ്ട്. അതിൽ മൂത്ത കുട്ടിയെ ഋജീകന് വലിയ ഇഷ്ടം, മൂന്നാമത്തെ കുട്ടിയെ അമ്മയ്ക്കും വലിയ ഇഷ്ടം, പിന്നെ അതിനിടയ്ക്ക് ഒരുവനുണ്ട്, അതാണ് ഈ അംബരീഷൻ. ഈ അംബരീഷനെ അദ്ദേഹം കുറെ പശുക്കളെ വാങ്ങിയിട്ട് രാജാവിന് വിറ്റു. അപ്പൊ അങ്ങനെ പുത്രന്മാർ പല വിധത്തിലുണ്ട് കേട്ടോ. ഔരസപുത്രനുണ്ട്, സഹോടപുത്രനുണ്ട്, ക്രീതപുത്രനുണ്ട്, ദത്തപുത്രനുണ്ട്, അങ്ങനെ കാനീന പുത്രനുണ്ട്, അങ്ങനെ പല വിധത്തിൽ പുത്രന്മാരുണ്ട്. അപ്പൊ ഏതായാലും ഈ ക്രീത പുത്രനെ ബലി കൊടുക്കാനായിട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഈ കുട്ടി കൊണ്ടുവന്ന് ഇവനെ ഇങ്ങനെ ഈ യജ്ഞശാലയിൽ കൊണ്ടുവന്ന് യൂപത്തിൽ ബന്ധിച്ചു. അങ്ങനെ യൂപത്തിൽ ബന്ധിച്ച സമയത്ത് ഏറ്റവും മർമ്മഭേദകമായ വിധത്തിൽ ഈ കുട്ടി അവിടെ കിടന്ന് വിലപിക്കുകയാണ്. കാരണം അറിയാലോ, കുട്ടിയെ ബലി കൊടുക്കാനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കുട്ടി അവിടെ നിന്ന് വിലപിക്കുകയാണ്. വേദത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, കസ്യനൂനം കഥമസ്യ അമൃതാനാം മനാമഹേ ചാരുദേവസ്യ നാമ കോന്നോ മഹ്യ അതിദയേ പുനർദാത് പിതരം ച ദൃശേയം മാതരം ച എന്നാണ് കുട്ടി പറയുന്നത്. കസ്യ നൂനം കഥമസ്യ അമൃതാനാം മനാമഹേ ചാരു ദേവസ്യ നാമ. കസ്യ ദേവസ്യ നാമ അഹം മനാമഹേ. ഏത് ദേവന്റെ പേരാണ് ഈശ്വര ഞാനിപ്പോൾ ഇവിടെ കിടന്ന് വിളിക്കേണ്ടത്? ഏത് ദേവനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചാലാണ് എനിക്ക് ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക? കോനോ മഹ്യ അതിഥയെ പുനർദാത്. മഹതിയായ ഈ അതിഥിക്ക്, ഈ ദേവിക്ക്, ഭൂമി ദേവിക്ക്
ആരാണ് എന്നെ തിരികെ കൊടുക്കുക? അതായത് ഏത് ദേവനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചാലാണ് ഞാൻ വീണ്ടും ഈ ഭൂമിയിൽ ഉണ്ടാവുക? പിതരം ച ദൃശേയം, എനിക്കിനി എൻ്റെ അച്ഛനെ എങ്ങനെയാണ് കാണാൻ കഴിയുക? മാതരം ച, എനിക്ക് എൻ്റെ അമ്മയെയും ഇനി എങ്ങനെയാണ് കാണാൻ കഴിയുക? അച്ഛനെയും അമ്മയെയും കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി വിലപിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടിയുടെ പ്രാർത്ഥന ആരുടെ ഹൃദയമാണ് പിളർക്കാതിരിക്കുക? അങ്ങനെ ആ കുട്ടി ആ രൂപത്തിൽ കിടന്ന് നിലവിളിക്കുകയാണ്. അപ്പോ വിശ്വാമിത്രൻ പറഞ്ഞു കൊടുത്തു, നീ വരുണദേവനെ വിളിച്ച് അപേക്ഷിക്കൂ. വരുണനെ പ്രീതിപ്പെടുത്താനാണ് രാജാവ് ഈ യാഗം ചെയ്യുന്നത്. അതുകൊണ്ട് വരുണദേവനെ വിളിച്ചപേക്ഷിക്കും. കുട്ടി വരുണദേവനെ വിളിച്ചപേക്ഷിച്ചു. വരുണദേവൻ പ്രത്യക്ഷപ്പെട്ട് രാജാവിനോട് പറഞ്ഞു, അങ്ങ് ഈ ശിശുവിനെ ബലി തരേണ്ട, ബലി തന്നതിന്റെ ഫലം ഞാൻ അങ്ങേക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ശുനശേബനെ മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വേദത്തിൽ പിന്നെ ഒരു സംഘർഷാത്മകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടാകുന്നുണ്ട്. ഋഗ്വേദത്തിൽ നിന്ന് പാഠ്യമെടുത്തിട്ടാണ് ഭരതമുനി നാട്യശാസ്ത്രം ഉണ്ടാക്കിയത്. നാട്യം എന്ന് പറയുമ്പോൾ അത് സംഘർഷത്തിന്റെ സാഹിത്യമാണ്. ആ സംഘർഷാത്മകത ഋഗ്വേദത്തിൽ ഇവിടെ വരുന്നുണ്ട്. കുട്ടി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ആരാണ് എൻ്റെ പിതാവ്? ഒരു ചോദ്യം. എനിക്ക് ജന്മം നൽകിയ പിതാവ് എന്നെ വിറ്റുകളഞ്ഞു, അപ്പൊ അദ്ദേഹം എൻ്റെ പിതാവല്ലാതെയായി. എന്നെ വാങ്ങിയ രാജാവ് എന്നെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി ഈ രൂപത്തിൽ കെട്ടിയിട്ടു, അദ്ദേഹം എൻ്റെ പിതാവല്ലാതെയായി തീർന്നു. ഇപ്പോൾ ആരാണ് എൻ്റെ പിതാവ്? എന്നെ രക്ഷിച്ച എനിക്ക് മന്ത്രം പറഞ്ഞു തന്ന വിശ്വാമിത്രനാണോ, വരുണനാണോ? ആരാണ് എൻ്റെ പിതാവ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ലോകത്തിന് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റാത്ത വിധത്തിലുള്ള സംഘർഷങ്ങൾ ഉളവാക്കുന്നതാണത്രേ നാടകത്തിന്റെ സാഹിത്യം. അതുകൊണ്ടാണ് നാടകത്തിന്റെ സംഭാഷണം ഋഗ്വേദത്തിൽ നിന്ന് എടുക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചു പോകാൻ ഇപ്പൊ സമയമില്ല. അപ്പൊ അവിടെ എന്താണ് ചെയ്യുന്നത്? അവിടെ ഈ യാഗം, ഈ നരഹത്യ ഇല്ലാതെ തന്നെ യാഗം പൂർണ്ണമാക്കിയ ഒരാളാണ് ഈ അംബരീഷൻ. പിന്നീട് അംബരീഷന്റെ ഏകാദശി വ്രതം, വളരെ കഠിനമായിട്ടുള്ള ഏകാദശി വ്രതം അംബരീഷൻ അനുഷ്ഠിക്കുന്നുണ്ട്. ഈ അംബരീഷന്റെ ഈ അനുഷ്ഠാനങ്ങൾ ദേവേന്ദ്രനും വളരെയേറെ പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ളതാണ് എപ്പോഴും. അപ്പോ കാരണം ദേവേന്ദ്രന് പോലും പലപ്പോഴും സംശയം ഉണ്ടാവാറുണ്ട്. എന്താണ്, തൻ്റെ തന്നെ ആ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് വരെ സംശയം ഉണ്ടാകത്തക്ക വിധത്തിൽ ഈ വ്രതങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള ഒരാൾ പിന്നെ ഈ അംബരീഷനാണ്. അപ്പൊ അംബരീഷന്റെ പിതാവ് മന്ധാതാവിനെ നമ്മൾ മറക്കാൻ പാടില്ല. തൻ്റെ പാപത്തിന് മാത്രമല്ല, മറ്റുള്ളവർക്കും തൻ്റെ രാജ്യത്ത് മറ്റ് പാടില്ലാത്ത കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകളുടെ പാപത്തിന് പരിഹാരമായിട്ട് പോലും മന്ധാതാവ് ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരാള് രുക്മാംഗദനാണ്. രുക്മാംഗദനും ഇതേപോലെ ഏകാദശി വ്രതം അനുഷ്ഠിച്ചപ്പോൾ രുക്മാംഗദൻ ദേവേന്ദ്രനും ഭീഷണിയായി തീർന്നു. ദേവേന്ദ്രനും പലരുടെയും അനുഷ്ഠാനങ്ങളും യാഗങ്ങളും മറ്റുമൊക്കെ ഭീഷണിയായി മാറാറുണ്ട്. അങ്ങനെ ദേവേന്ദ്രൻ എന്ത് ചെയ്തു? ദേവേന്ദ്രൻ ഉടനെ തന്നെ മോഹിനിയെ, ഒരു സ്ത്രീ, വളരെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ ഇദ്ദേഹത്തിന്റെ രുക്മാംഗദന്റെ അടുത്തേക്ക് അയച്ചു. അവർ രുക്മാംഗദന്റെ അടുത്ത് വന്ന് വളരെ നേരം രുക്മാംഗദനുമായിട്ട് സംസാരിച്ചു. രുക്മാംഗദനെ വശീകരിക്കത്തക്ക വിധത്തിലുള്ള ഭാഷണം, അവളുടെ സ്വരവും ആകാരവും എല്ലാം തന്നെ രാജാവിനെ ആകർഷിക്കത്തക്ക വിധത്തിൽ ഉള്ളതായിരുന്നു. അങ്ങനെ അദ്ദേഹം അങ്ങനെ വളരെയേറെ സന്തോഷമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അപ്പൊ അന്ന് ഒരു ഏകാദശി അദ്ദേഹം അനുഷ്ഠിക്കുന്ന സമയമാണ്. അപ്പോ മോഹിനി പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞായിട്ട് മോഹിനി പറഞ്ഞു, അങ്ങ് ഇന്ന് തന്നെ എന്നെ വിവാഹം ചെയ്യണം, എന്നോടൊപ്പം ശയിക്കണം എന്ന് പറഞ്ഞു. അപ്പോ രുക്മാംഗദൻ അതിന് പറഞ്ഞ മറുപടി, അത് മാത്രം നടക്കില്ല, കാരണം ഏകാദശിയാണ്, അതിൻ്റെ വ്രതം ഞാൻ തെറ്റിക്കുകയില്ല, വേറെ എന്ത് നീ പറഞ്ഞു ഞാനത് ചെയ്യും എന്ന് രുക്മാംഗദൻ പറയുകയുണ്ട്. അപ്പൊ മോഹിനി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ആട്ടെ, എന്തും ചെയ്യുമല്ലോ, ഏകാദശി വ്രതം തെറ്റിക്കുന്നതിലാണെന്ന് മാത്രമേ ഉള്ളൂ, എന്തും ചെയ്യുമല്ലോ, ഒരു കാര്യം ചെയ്യും, അങ്ങയുടെ
ഒരു മകനുണ്ടല്ലോ, ചന്ദ്രാംഗതൻ. ആ ചന്ദ്രാംഗതനെ എൻ്റെ മടിയിൽ കിടത്തി അവൻ്റെ ശിരസ് ഛേദിക്കണം എന്ന് പറഞ്ഞു. അപ്പോ ഇപ്പൊ പറയുന്ന വ്യവസ്ഥ ഇതിനേക്കാൾ കഠോരതരമായതുകൊണ്ട് രുക്മാംഗതൻ ഇവരുടെ ഇംഗിതത്തിന്, മോഹിനിയുടെ ഇംഗിതത്തിന് വഴങ്ങും എന്നാണ് മോഹിനി വിചാരിച്ചത്. പക്ഷേ രുക്മാംഗതൻ പറഞ്ഞു, ശരി, ഉണ്ണിയെ കൊണ്ടുവന്ന് അങ്ങോട്ട് മടിയിൽ കിടത്തൂ എന്നാണ് പറഞ്ഞത്. ഉണ്ണിയെ കൊണ്ടുവന്നു, ചന്ദ്രാംഗതനെ കൊണ്ടുവന്നു, മോഹിനിയുടെ മടിയിൽ കിടത്തി. അദ്ദേഹം വാളെടുത്തുയർത്തി. വിഷ്ണു ഭഗവാൻ വന്ന് പറഞ്ഞു, കൈപ്പിടിച്ചു, അങ്ങയുടെ ഭക്തിയുടെ പാരമ്യം എനിക്ക് മനസ്സിലായിരിക്കുന്നു. അതേ വേണ്ടു, ഇനി അങ്ങതൊന്നും ചെയ്യണ്ട, അപ്പൊ അങ്ങയുടെ പാരമ്യം എനിക്ക് മനസ്സിലാക്കിയിരിക്കും. അപ്പോ ഈശ്വരേച്ഛയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഘട്ടങ്ങളിൽ മനുഷ്യനെ വിഭാവനം ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ വരെ ഈശ്വരപ്രീതിക്കായി ചെയ്യുന്ന ആളുകൾ, അവരുടെ ആ മനസ്സിന്റെ സന്നദ്ധതയും ഉറപ്പും അതിൻ്റെ മുമ്പിൽ പ്രസാദിക്കുന്ന ഈശ്വര ചൈതന്യത്തെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെ ഏതാണെങ്കിലും അതിനെയും കൂടെ രക്ഷിച്ചുകൊണ്ട് തൻ്റെ മകനെയും അവിടെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പൊ ഏകാദശി വ്രതം എത്രയേറെ നിഷ്ഠയോടെയാണ് അദ്ദേഹം അനുഷ്ഠിച്ചത് എന്നുള്ളതിന് ദൃഷ്ടാന്തമായിട്ടാണ് ഇങ്ങനെയുള്ള കഥകളൊക്കെ പറയാറുള്ളത്. ഇനി എന്തിനാണ് വാസ്തവത്തിൽ ഇതൊക്കെ ചെയ്യുന്നത്? നമ്മൾ വാസ്തവത്തിൽ ഏകാദശിക്ക് ചെയ്യുന്നത്, അപ്പൊ നമുക്ക് അറിയാം, നമ്മൾ ദശമി തൊട്ട് നമ്മൾ വ്രതം അനുഷ്ഠിക്കുകയാണ്. ദശമിയിൽ നമ്മൾ ആഹാരം വളരെയേറെ നിയന്ത്രിക്കുന്നു. ഒരു നേരം ആഹാരം കഴിക്കുന്നവരൊക്കെയാണ് അധികം. പിന്നെ ഏകാദശി ദിവസം എന്ന് പറയുമ്പോൾ ദശമി ബന്ധമുള്ള ഏകാദശി അല്ല, കൂടുതൽ നന്മയേറിയ. ദശമി ബന്ധമുള്ളതിനെ അനുഷ്ഠിക്കരുതെന്നാണ് പറയുക. ഏകാദശിയോട് ചേർന്ന് ദ്വാദശി ബന്ധമുള്ളതാണ് പിന്നെ വരുന്നത്. അപ്പോ ഒരു കല മാത്രം, 16 കലകൾ, ഒരു കല മാത്രം എവിടെ വരുന്നു? ഏകാദശിയിൽ വരികയും ബാക്കി കലകൾ ദ്വാദശിയിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് ഏറ്റവും മഹത്വമാർന്ന ഏകാദശി. അതിനെയാണ് ഹരിവാസരം എന്ന് പറയുന്നത്. ഹരിവാസരം. അപ്പൊ ഈ ഹരിവാസരം എന്താണ്? പക്ഷെ അവിടെ ഹരിവാസരത്തിനുള്ള ഒരു പ്രത്യേകത എന്താണ്? അത് കഴിഞ്ഞ് പാരണയുടെ സമയമാകുമ്പോഴേക്കും ദ്വാദശി അല്ല, അത് ത്രയോദശിയിലേക്ക് കടക്കും. അപ്പൊ വാസ്തവത്തിൽ വളരെ ദീർഘമായ ഒരു വ്രതാനുഷ്ഠാനം വരുന്നത് ഈ പറയുന്ന ഹരിവാസരത്തിലാണ്. അങ്ങനെ ഹരിവാസരത്തിൽ അതിൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കാം. അപ്പോൾ അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ സവിശേഷത എന്താണ്? അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ ജലം അല്ലെങ്കിൽ പാല് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അരിയാഹാരം ഒഴിവാക്കുക എന്നുള്ളതാണ്. അരിയാഹാരം എന്നല്ല ശരിക്കും പറഞ്ഞത്, അന്നം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അന്നമാണ് ഒഴിവാക്കുന്നത്. അന്നത്തിനാണ് നിയന്ത്രണമുള്ളത്. അന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നം എന്നുള്ള വാക്ക് ഒരു 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 പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഈ അന്നം എന്നുള്ള വാക്ക്. അത് ധാതുവിനെ ടു ഈറ്റ് എന്നാണ് അർത്ഥം, തിന്നുക എന്നാണ് അർത്ഥം. അന്നം എന്ന് പറഞ്ഞാൽ ഈറ്റൻ എന്നാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിയൽ ഫോമാണ്. ഈറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിയൽ ഫോം ഈറ്റൻ എന്നുള്ളതാണ് അന്നം എന്ന് പറഞ്ഞ്. അശിക്കപ്പെട്ടത്, തിന്നപ്പെടും. അപ്പോ എപ്പോഴും തിന്നപ്പെടുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അന്നം എന്ന പദം പ്രയോഗിക്കുന്നത്. നമ്മുടെ ഉപനിഷത്തുകളിൽ പലയിടത്തും ഭൂമിയെ പറയുന്നത് അന്നം എന്നാണ്. ഇപ്പൊ പൃഥിവി, അപ്പ്, തേജോ, വായു, ആകാശങ്ങൾ എന്ന് പഞ്ചമഹാഭൂതങ്ങളെ പറയുമ്പോൾ പലതിലും പൃഥിവി എന്നുള്ളതിന് പകരം അന്നം എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് അന്നം എന്ന പദം ഉപയോഗിക്കുന്നത്? ഭൂമി തന്നെയാണ് പൊടിഞ്ഞ് അന്നമായി തീരുന്നത്. പൊടിയുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്ഷുണ്ണമായി തീരുക. ക്ഷുണ്ണമായി തീരുന്നതാണ് ക്ഷോണി. അപ്പൊ ക്ഷോണി അത് പൊടിഞ്ഞ് അതിലെന്തുണ്ടാകുന്നു?
സസ്യലതാദികൾ ഉണ്ടാകുന്നു, വൃക്ഷലതാദികൾ ഉണ്ടാകുന്നു. വൃക്ഷലതാദികളെ ആശിച്ചുകൊണ്ട് തിന്നുന്ന ജീവികൾ ഉണ്ടാകുന്നു. ചെറിയ പുൽച്ചാടികളും മറ്റു അങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ടാകും. അവയെ തിന്ന് ജീവിക്കുന്ന തവളകളും പാമ്പുകളും അങ്ങനെയൊക്കെ ഉണ്ടാകും. അവയെ തിന്ന് ജീവിക്കുന്ന അതിനേക്കാളും വലിയ മൃഗങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു മാംസഭുക്കിനെ എടുത്താൽ പോലും അതും ശരിക്ക് തിന്നുന്നത് ഭൂമിയെയാണ്. കാരണം ഭൂമിയിൽ നിന്നുണ്ടായ ഒരു ഗാത്രത്തെ, ഒരു ശരീരത്തെയാണ് അതിന് അന്നമായി തീർന്ന ജീവി തിന്നിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് അപ്പൊ ഈറ്റൺ എന്ന അർത്ഥത്തിൽ അന്നം എന്ന പദം പ്രയോഗിക്കും. അപ്പൊ നമ്മൾ പലപ്പോഴും അന്നം എന്നുള്ള പദത്തിന് അരിയാഹാരം എന്ന അർത്ഥം കൽപ്പിക്കുകയും നമ്മൾ അരിയാഹാരം ഒഴിവാക്കിക്കൊണ്ട് ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുകയും ചെയ്യും. അരി ഒഴിവാക്കിയിട്ട് ചോറുണ്ണാതെ ചപ്പാത്തി കൊണ്ടുവന്ന് കഴിക്കുന്ന ആളുകൾ വരെ ഇന്ന് ഉണ്ട്, അറിഞ്ഞുകൂടും. അതെങ്ങനെയാന്ന് വെച്ചാല് കഴിക്കാൻ പാടില്ല ഭക്ഷണം, പിന്നെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു നേരം എങ്ങാനും അല്പം എന്തെങ്കിലും കഴിക്കുക, ഒരു പഴമോ മറ്റോ അല്ലെങ്കിൽ കഴിക്കുക. വളരെ സാത്വികമായിട്ടുള്ള ഭക്ഷണം, പഴം, നമ്മൾ മത്സ്യമാംസാദികൾ കഴിക്കുന്ന പോലെയല്ല, ഒരു പഴം, അങ്ങനെ എന്തെങ്കിലും കഴിക്കുക, വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക. അങ്ങനെ ഏതെങ്കിലും ആചാര്യന്മാർ പറഞ്ഞു കൊടുക്കും, ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ ആചാര്യന്റെ അടുത്ത് നിന്നല്ല പലരും കേൾക്കുക, ആചാര്യനിൽ നിന്ന് ഒരാൾ കേൾക്കും, അയാളിൽ നിന്ന് പലരും കേൾക്കും, കേട്ടവരിൽ നിന്ന് വേറെ പലരും കേൾക്കും. ചുരുക്കം പറഞ്ഞാൽ ഏകാദശിക്ക് അരിയാഹാരം കഴിക്കാൻ പറ്റില്ല, ബാക്കി എന്തും കഴിക്കാമെന്നുള്ള അർത്ഥം വരെ ഇന്ന് ജനങ്ങളുടെ ഇടയ്ക്ക് കയറിപ്പോയിട്ടുണ്ട്. അർത്ഥം അങ്ങനെ പോയിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴും നമ്മുടെ ഇതിഹാസ പുരാണങ്ങളും വേദങ്ങളും ഒക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തെ ബലവത്താക്കാനുള്ള മാർഗം. അന്നത്തെ പരിമിതപ്പെടുത്തുന്നത് ശരീരം ബലവത്താക്കുകയേ ഉള്ളൂ, ശരീരത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യുകയേ ചെയ്യൂ എന്നുള്ളതാണ് നമ്മുടെ ദർശനം. അതിന് വേറൊരു വശവും കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. അതെന്താണ് വേറൊരു വശം ചിന്തിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, വിവാഹത്തിന് മുൻപ് പ്രാജാപത്യ കൃച്ഛ്രം എന്ന് പറയുന്ന ഒരു വ്രതമുണ്ട്. ഇന്നിപ്പോ പലരും അനുഷ്ഠിക്കാറില്ല, പക്ഷെ അനുഷ്ഠിക്കുന്നവർ ഇന്നുമുണ്ട് എന്നുള്ളത് വളരെ ശുഭോദർക്കമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രാജാപത്യ കൃച്ഛ്രം എന്നാണ്. കൃച്ഛ്രം എന്ന് പറഞ്ഞാൽ അത്യന്തം ക്ലേശഭൂയിഷ്ടമായിട്ടുള്ളത് എന്നാണ് കൃച്ഛ്രം എന്ന വാക്കിന്റെ അർത്ഥം. പ്രാജാപത്യം, പ്രാജാപത്യം എന്ന് പറഞ്ഞാൽ പ്രജകളുടെ പതിയായി തീരുക, പ്രാജാപത്യം, അതിനു വേണ്ടിയിട്ട്. അപ്പൊ പ്രജാപതി ആവാൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ശരിക്കും പറഞ്ഞാൽ സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടി തന്നെയുള്ള ഒരു വ്രതമാണ്, കഠിനമായ വ്രതമാണ് ഈ പ്രാജാപത്യ കൃച്ഛ്രം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? 12 ദിവസം, വിവാഹത്തിന് 12 ദിവസം മുൻപാണ് ഈ വ്രതം തുടങ്ങുന്നത്. നമ്മൾ സാധാരണ വിവാഹത്തിന് തൊട്ട് മുൻപായിട്ട് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നന്നായി ഭക്ഷണം കൊടുത്ത് അവർക്ക് ക്ഷീണമൊന്നും വരാതെ, നിവൃത്തി ഉണ്ടെങ്കിൽ കുറെ കൂടെയൊക്കെ തടിയനാക്കിയിട്ടോ തടിയത്തിയാക്കിയിട്ടോ നമ്മൾ ഇവരെ കൊണ്ടുവരിക. പക്ഷേ നമ്മുടെ ആചാരമനുസരിച്ച് 12 ദിവസം മുൻപേ തൊട്ട് തുടങ്ങുന്ന ഒരു വ്രതമാണ്, അതികഠിനമായ വ്രതമാണ് പ്രാജാപത്യ കൃച്ഛ്രം എന്ന് പറയുന്നത്. അത് 12 ദിവസം മുമ്പ് തുടങ്ങുമ്പോൾ അവിടുന്ന് അന്നം ഓരോ ഉരുള കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഒരു ദിവസം ഒരാൾ 12 ഉരുള അന്നം കഴിക്കുമെന്ന് വിചാരിക്കാം. 12 അത്ര വലിയ ഉരുളൊന്നും ആയിക്കൊള്ളണമെന്നില്ല. അത് കഴിക്കുമെങ്കിൽ 12-ാം ദിവസം അത് കഴിച്ചാൽ പിന്നെ എന്ത് ചെയ്യാം? 11-ാമത്തെ ദിവസം അതിലൊന്ന് കുറയ്ക്കുക, പിറ്റേ ദിവസം അതിലൊന്ന് കുറയ്ക്കുക, അങ്ങനെ കുറച്ച് കുറച്ച് അവസാന ദിവസം എത്തുമ്പോൾ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. ശരീരത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ആഹാരം കൂടുതൽ കഴിക്കുകയല്ല, ആഹാരത്തെ കുറച്ചു കൊണ്ടുവരികയാണ് വേണ്ടത് എന്ന വലിയ ഒരു
സന്ദേശം നമ്മുടെ ഋഷിമാർ ഇതിലൂടെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ കണ്ടമാനം ഭക്ഷണം കൊടുത്തല്ല ശരീരത്തെ പ്രവർത്തിപ്പിക്കേണ്ടത്. അന്നത്തെ ശരിയായി അതിനെ ഉപയോഗപ്പെടുത്തി പ്രയോജനപ്പെടുത്തി അന്നത്തിൽ നിന്ന് ഹേയമല്ലാത്ത യാതൊന്നിനെയും കളയാത്ത വിധത്തിൽ പൂർണ്ണമായും അന്നത്തിൽ നിന്ന് ആഗിരണം ചെയ്ത് ആരോഗ്യ ദൃഢഗാത്രനായിട്ടാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ അന്നമയം ഹി സൗമ്യ മനഃ എന്ന് പറയുന്നുണ്ട് ചാന്തോഗ്യോപനിഷത്തിൽ. അന്നമയമാണ് മനസ്സ്. അപ്പൊ അന്നത്തെ നിയന്ത്രിക്കുന്നതിലൂടെ നാം നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സിനെ തന്നെയാണ്. മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ വികാരങ്ങളെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നു. അപ്പൊ ഈ നിയന്ത്രണത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ ശക്തരായി തീരുന്നത്. അപ്പൊ അതിലൂടെ അപ്രകാരം ശക്തരായി തീരുന്ന നമ്മൾ എന്തായിത്തീരുന്നു? നമ്മൾ ബലമുള്ളവരായിട്ട്, ശരിക്കും പറഞ്ഞ സ്വാമി വിവേകാനന്ദനൊക്കെ പറയുന്നത് പോലെ നമ്മൾ ബലമുള്ളവരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ ബലം ശരീരത്തിന്റെ ബലം മാത്രമല്ല, മനസ്സിന്റെയും ബലമാണ്. ഇപ്പൊ മനസ്സിനുള്ള ബലം ശരീരത്തിനും ഉണ്ടാവും, ശരീരത്തിന്റെ ബലം മനസ്സിനും ഉണ്ടാകും. ആ വിധത്തിലാണ്. അപ്പൊ അത് നമുക്ക് 15 ദിവസം വരെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കാമെന്നാണ് ചാന്തോഗ്യോപനിഷത്ത് പറയുന്നത്. അവിടെ ഉദ്ദാലകൻ പറയുന്നുണ്ട് ശ്വേതകേതുവിനോട്, മകനോട് പറയുന്നുണ്ട്, മകനെ നീ 15 ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കൂ, വെള്ളം മാത്രം കുടിക്കൂ എന്ന് പറയുന്നുണ്ട്. കാരണം വെള്ളം കുടിച്ചില്ലെങ്കിൽ ശരീരം പ്രാണാപായം വരും. കാരണം ആപോമയ പ്രാണഹ, പ്രാണൻ ജലമയമാണ്. അതുകൊണ്ട് വെള്ളം കുടിക്കണം, പ്രാണൻ നിലനിർത്തണം, വെള്ളം ധാരാളം കുടിക്കുക, അന്നം നീ ഒഴിവാക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അന്നം ഒഴിവാക്കിയ കുട്ടി അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഒന്നും അയാൾക്ക് ഓർക്കാൻ കഴിയുന്നില്ല. അച്ഛൻ അയാളോട് വേദം ചൊല്ലാൻ പറഞ്ഞിട്ട് അയാൾക്ക് ചൊല്ലാൻ കഴിയുന്നില്ല. അച്ഛൻ പറയുന്നില്ല, നീ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരൂ എന്ന്. ഭക്ഷണം കഴിച്ചിട്ട് വന്ന കുട്ടിയോട് അച്ഛൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കുട്ടി മറുപടി പറയുകയുണ്ടായി. അപ്പോ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിന്, ഇതിനെയെല്ലാം നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഉപാധികളായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വ്രതങ്ങളെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിലൂടെ ശരിക്കും നമ്മൾ ചെന്ന് അവസാനം എത്തുന്നത് എവിടേക്കാണ്? അവസാനം എത്തുന്നത് സമാധിയിലേക്കാണ്. മനസ്സിനെ സമാധാനം ചെയ്യുക. സമാധാനം ചെയ്താൽ എന്താണ്? മനസ്സ് പൂർണ്ണമായും ആ പരമാത്മ സ്വരൂപത്തിൽ എത്തിച്ചേരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ സന്യാസിമാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സമാധി ഇരുത്തുക എന്നാണ് പറയുന്നത്. മനസ്സ് അവിടെ ചെന്ന് ആ പരമാത്മ ചൈതന്യത്തിൽ വിലയം പ്രാപിച്ചു, സമ്യക് ആധാനം ചെയ്തു, അതിൽ മനസ്സിനെ കൊണ്ടുപോയി ഉറപ്പിച്ചു, നിലീനമാക്കി തീർത്തു. അതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് സമാധി ഇരുത്തുക, സമാധിയാവുക എന്നുള്ള പദങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ഇപ്രകാരം മനസ്സിനെ സമാധാനം ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിനെയും കർമ്മങ്ങളെയും ബുദ്ധിയെയും എല്ലാറ്റിനെയും പവിത്രീകരിക്കാൻ കഴിയും. ആ പവിത്രീകരണം എന്തുണ്ടാക്കുന്നു? നമ്മുടെ ജീവിതത്തെ കൂടുതൽ പുണ്യപൂർണമാക്കിയിട്ട് മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ളതായ രഹസ്യം. അപ്പോൾ അപ്രകാരം ആ വിധത്തിൽ അപ്പൊ നമ്മൾ എന്തായിരിക്കണം? മനസ്സ് പൂർണ്ണമായിട്ടും തലേ ദിവസം തന്നെ നമ്മൾ വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ നിയന്ത്രണം കൊണ്ടുവരും. നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ എന്താണ്? അവിടെ കൃത്യമായിട്ടുള്ള ബ്രഹ്മചര്യം പാലിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബ്രഹ്മചര്യം പാലിക്കണം. ബ്രഹ്മചര്യം എന്നുള്ള പദമൊക്കെ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുള്ള ഒരു പദമാണ് ബ്രഹ്മചര്യം. പലരും വിചാരിക്കാറുണ്ട് വിവാഹം കഴിച്ചവർക്ക് ബ്രഹ്മചര്യമൊന്നും ഇല്ല എന്ന്. അങ്ങനെയല്ല. വിവാഹം കഴിച്ചവർക്കും ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. എല്ലാവരും ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം എന്നുള്ളതാണ് നമ്മുടെ നിബന്ധന എന്നാണ്. അപ്പൊ അത്
പലരും പറയുന്നത് അപ്പൊ വിവാഹം കഴിച്ച ആൾ എങ്ങനെയാണ് ബ്രഹ്മചര്യായിരിക്കുന്നത്? വിവാഹം കഴിച്ച ആൾ ബ്രഹ്മചര്യാകാം. അവിടെയാണ് എന്താണ് നിന്ദ്യമായ ദിവസങ്ങളിൽ ഒഴികെ, നിന്ദ്യങ്ങളായ ദിവസങ്ങളും വേറെ 8 ദിവസങ്ങളും പറയുന്നുണ്ട്. ഈ ദിവസങ്ങളെ ഒഴിവാക്കി ധർമ്മപത്നിയോടൊപ്പം ശയിക്കുന്ന ആൾ ബ്രഹ്മചാരിയാണ്. അപ്പൊ അതിന്റെ പിന്നിലുള്ള കാഴ്ചപ്പാട് ധർമ്മപത്നിയുടെ സാമീപ്യം ഒരിക്കലും ബ്രഹ്മചര്യത്തിന് കോട്ടം വരുത്തുകയില്ല എന്നതാണ്. പക്ഷെ പലർക്കും അത് അറിയില്ല. ധർമ്മപത്നി ആണെങ്കിൽ പോലും അവളുടെ സാന്നിധ്യം എന്താണ് ബ്രഹ്മചര്യത്തിന് കോട്ടം വരുത്തും എന്ന് വിചാരിക്കുന്ന ആളുകൾ പലരുണ്ട്. ഇപ്പൊ ശബരിമലയ്ക്കൊക്കെ പോകുന്ന ആളുകൾ പലപ്പോഴും ധർമ്മപത്നിയെ തന്നെ മാറ്റി നിർത്തേണ്ട, ശാരീരികമായ ബന്ധം പാടില്ല എന്ന് മാത്രമേ അവിടെയുള്ളൂ. അല്ലാതെ ധർമ്മപത്നി, നമ്മുടെ ധർമ്മപത്നി ധർമാനുഷ്ഠാനത്തിലുള്ള പത്നിയാണ്. അവൾ നമ്മുടെ അടുത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അതിന് നമ്മുടെ ബ്രഹ്മചര്യത്തിന് കോട്ടം തട്ടില്ല. അപ്പോ അവിടെ പറയുന്നത് എന്തിനാണ്? ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ശരിക്ക് നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ഏകാഗ്രതയ്ക്കും പവിത്രതയ്ക്കും വേണ്ടിയിട്ടാണത്. അപ്പൊ അവിടെ അതുകൊണ്ട് എന്ത് പാടില്ല? വിവാഹം എന്തിനുള്ളതാണ്? വിവാഹം സന്തതിക്ക് വേണ്ടിയിട്ടാണ്. വിവാഹത്തിന് മന്ത്രങ്ങളിലൊക്കെ അത് പറയുന്നുണ്ട്. പ്രജാഹ പ്രജനയാവഹൈ സംപ്രിയൗ രോജിഷ്ണു സുമനസ്യമാനൗ ജീവേവ ശരദശതം എന്ന് പറയുന്നുണ്ട് വിവാഹമന്ത്രത്തിൽ. അപ്പൊ അവിടെ പ്രജയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് സാപ്തപദീനത്തിലും പറയുന്നുണ്ട്. പ്രജാഭ്യ പഞ്ചപദീ ഭവ, പ്രജകൾക്കായിട്ടാണ് 5ാമത്തെ ചുവട്. ഇപ്പൊ 7 ചുവട് വെക്കുന്നതിൽ 5ാമത്തെ ചുവട് വെക്കുന്നത് പ്രജകൾക്കായിട്ടാണ്. അപ്പൊ ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലും സന്തതികൾ ഉണ്ടാകാത്ത അവസ്ഥയാണ് ബ്രഹ്മചര്യം എന്നാരും വിചാരിക്കരുത്. വിവാഹം കഴിച്ചവർക്കും നിശ്ചയം ബ്രഹ്മചര്യമാകാം. അങ്ങനെ വിവാഹം കഴിക്കാതെ ബ്രഹ്മചര്യത്തിൽ തുടരുന്നവരെ പറയുന്നത് എന്താണ്? അവരാണ് നൈഷ്ഠിക ബ്രഹ്മചാരികൾ എന്ന് പറയുന്നത്. അപ്പൊ നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ അനുഷ്ഠാനവും ഗൃഹസ്ഥനായിട്ടുള്ള ബ്രഹ്മചാരിയുടെ ബ്രഹ്മചര്യ അനുഷ്ഠാനവും വ്യത്യസ്തമാണ് എന്നത് ആരും മറക്കണ്ട. പക്ഷെ ഏകാദശിക്ക് തൊട്ട് എന്ത് പാടില്ല? ഇവിടെ സഹശയനം പാടില്ല എന്ന് പ്രത്യേകമായി പറയുന്നുണ്ട്. അപ്പോൾ അപ്രകാരം, അപ്പൊ ഏകാദശി വ്രതത്തിന്റെ മാഹാത്മ്യത്തെ പറ്റി നാം പറയുമ്പോൾ അത് ഒരാൾ ചെയ്ത പാപത്തിന് പരിഹാരമായി മാത്രമല്ല, ഉത്തമ ബോധ്യമുള്ള മനുഷ്യൻ, ഉത്തമ ബോധ്യമാണ് ആവശ്യമുണ്ട്. ആർക്കുണ്ടായതുപോലെ ഉത്തമമായ ബോധ്യം വേണം? മാന്ധാതാവിനുണ്ടായതായ ബോധ്യം പോലെ. എൻ്റെ സാമ്രാജ്യത്തിൽ സാത്വികനായ നിഷ്കന്മഷനായ ഒരാൾ, അയാൾ ശുദ്ധനായി പോയി എന്നതിൻ്റെ പേരിൽ മാത്രം വ്രതമനുഷ്ഠിക്കുന്ന അയാളെ ഞാൻ നിഗ്രഹിക്കുകയില്ല. അതിന് പകരം ഞാൻ എന്ത് പ്രായശ്ചിത്തം ചെയ്യണം അത് പറഞ്ഞുകൊള്ളുക, അത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ മാന്ധാതാവ് നമുക്ക് മാതൃകയായിരിക്കേണ്ടതാണ് വാസ്തവത്തിൽ. കാരണം മറ്റൊരാളെ നിയന്ത്രിക്കാനല്ല, അതിനേക്കാളുപരി അയാൾ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിനെ തനിക്ക് പരിഹരിക്കാം എന്നുള്ള ബോധ്യത്തോടു കൂടിയ ചക്രവർത്തിമാർ ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് എന്ത് അഹിതമാണ് സംഭവിക്കാൻ പോകുന്നത്? ഒരഹിതവും ജനങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഈ നമ്മുടെ പിന്നെ ശരീരത്തിന്റെ കാര്യത്തിലൊക്കെ പറയുമ്പോൾ വേദങ്ങൾ വളരെ മുന്നോട്ട് കയറി പറയുന്നുണ്ട്. വേദങ്ങൾ പറയുന്നു ഭക്ഷണം എങ്ങനെയാകണം എന്നാണ്. ഇന്നത്തെ ഭക്ഷണ രീതിയെ പാടെ തള്ളിക്കളയുന്നുണ്ട് വേദം. ഋഗ്വേദം പറയാണ് എങ്ങനെയായിരിക്കണം ഭക്ഷണം എന്നുള്ളത്. പറയുന്നത് ഇങ്ങനെയാണ്: അമീവഹ വാസ്തോഷ്പദേ വിശ്വാരൂപാണ്യാവിശൻ സഖാ സുശേവയേധിനഃ. എങ്ങനെയായിരിക്കണം അന്നം? എങ്ങനെയായിരിക്കണം? അമീവഹ ആയിരിക്കണം. അമീവ, അമീവ എന്നുള്ള വാക്കിന് അർത്ഥം രോഗാണു എന്നാണ് സംസ്കൃതത്തിലെ അർത്ഥം. അമീവകളെ ഹനിക്കുന്നതായിരിക്കണം എന്ത്? ഭോജനം, ഭക്ഷണം. അമീവഹ വാസ്തോഷ്പദേ വിശ്വാരൂപാണ്യാവിശൻ. അവിടെ
വസിഷ്ഠൻ കുറെ നാള് വ്രതമനുഷ്ഠിച്ച് വിശപ്പ് വന്നപ്പോൾ വരുണന്റെ വീട്ടിലേക്ക് ഭക്ഷണം എടുത്തു കഴിക്കാൻ പോവാണ്. വാങ്ങി കഴിക്കാനല്ല, എടുത്തു കഴിക്കാനാണ് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ദർശനമാണ് വേദത്തിന്റെ. കാരണം എന്താണ് ആ ദർശനത്തിന്റെ അർത്ഥം? എന്താണ്? അന്നം വിശക്കുന്നവന്റെ അധികാരമാണ്. ആരാണത് പൊസസ്? അത് പൊസഷനിൽ ആരെ പൊസഷനാണ് എന്നുള്ളതല്ല, ആരാണ് അതിനെ അടക്കി വെച്ചിട്ടുള്ളതെന്നല്ല. അന്നം ആർക്കാണ്? അന്നം വിശക്കുന്നവന്റെ അവകാശമാണ്. അതുകൊണ്ട് അമീവഹ, അമീവകളെ, രോഗങ്ങളെ ഹനിക്കുന്ന ആ അന്നം നാനാപ്രകാരമാർന്ന് എന്നിലേക്ക് വരട്ടെ. വിശ്വാരൂപാണി ആവിശൻ സഖാ സുശേവഹ ഏതി നഹ. ആ അന്നം നമുക്ക് സഖാവായിരിക്കണം, അമീവഹ ആയിരിക്കണം, അമീവകളെ, രോഗങ്ങളെ ഹനിക്കുന്നതായിരിക്കണം. ഇത് പലപ്പോഴും അന്നം കഴിക്കുമ്പോഴാണ് രോഗം പലർക്കും വരുന്നത്. അപ്പൊ അങ്ങനെയല്ലാതെ, അപ്പൊ അങ്ങനെയുള്ള അന്നത്തിന് എന്താണ്? അതിന് ചിലവൊക്കെ വളരെ കുറവായിരിക്കും. ആർക്കും അത് കഴിക്കാം, അത് വരുന്നവർക്ക് കൊടുക്കുകയും ചെയ്യാം. അതിനൊന്നും തടസ്സം വരുന്ന വിധത്തിലല്ല അന്നത്തിനെ കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള സങ്കല്പം. അതുകൊണ്ടാണ് അമീവഹ വാസ്തോഷ്പതേ, അല്ലയോ ഈ വാസ്തുവിന്റെ അധിപനായ വരുണ, നാനാപ്രകാരമാർന്ന സഖാ സുശേവ, സഖാവ്, നമ്മളോട് സൗഹാർദ്ദത്തോടെ വർത്തിക്കുന്നതും നമുക്ക് സേവിക്കാൻ എളുപ്പമുള്ളതും ആയ അന്നത്തിന്റെ രൂപത്തിൽ അങ്ങ് ഞങ്ങളിലേക്ക് വരൂ എന്നാണ് അവിടെ വിശ്വാമിത്രൻ, വസിഷ്ഠൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അപ്രകാരം നമ്മുടെ അന്നം എന്താകാൻ പാടില്ല? അന്നം ഒരിക്കലും രോഗത്തെ ഉണ്ടാക്കുന്നതാകാൻ പാടില്ല, അമീവഹ ആയിരിക്കണം. അല്ലാതെ എന്താകാൻ പാടില്ല? അമീവ ജനകമാകാൻ പാടില്ല എന്നൊരു വലിയ സന്ദേശം നമ്മുടെ ഈ ഏകാദശി വ്രതം നമുക്ക് തരുന്നുണ്ട് എന്ന സത്യവും കൂടെ ഉൾക്കൊണ്ടിട്ട് വേണം ഉത്തമ ബോധ്യങ്ങളോടെ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ എങ്ങനെയാണത്? അന്നം എങ്ങനെയാണ് അമീവഹ ആയിരിക്കുക? നമ്മൾ കഴിക്കുന്നത് നമുക്ക് രോഗം വരുത്താത്തതാണെങ്കിൽ അത് ഒരിക്കലും നമ്മൾ രോഗങ്ങൾ ഉണ്ടാക്കില്ല. അമീവകളെ, രോഗങ്ങളെ ഹനിക്കുന്നതാണ്. പിന്നെന്താണ്? സഖാവ് എന്ന് പറഞ്ഞാൽ നമ്മളോട് സൗഹാർദ്ദത്തോടെ വർത്തിക്കുക. സൗഹാർദ്ദത്തോടെ വർത്തിക്കാത്ത തന്നെ നമുക്ക് പലപ്പോഴും പരിചയം ഉണ്ടാവും. ചില ആളുകൾ ആ സന്ധ്യാസമയമാകുമ്പോഴും എന്താണ് ഇങ്ങനെ തികട്ടിയിട്ട് നടക്കുന്നതാണ്, അല്ലെങ്കിൽ ഏമ്പക്കം വിട്ട് നടക്കുന്നതാണ്. എന്താ പറ്റിയത്? അത് ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണം ശരിയായില്ല, ഭക്ഷണം സഖാവാകുന്നില്ല, ഭക്ഷണം സഖീഭാവേന വർത്തിക്കുന്നതേ ആകാവൂ. അങ്ങനെയുള്ള അന്നം നമുക്ക് വേറെ ആൾക്ക് കൊടുക്കുന്നതിന് വലിയ ചെലവ് വരില്ല. അങ്ങനെ അല്ലാത്ത അന്നമായതുകൊണ്ടാണ് അന്നം നമുക്ക് വളരെയേറെ ബലപ്പിടിപ്പുള്ളതായി മാറിയത്. അല്ലെങ്കിൽ വേദത്തിൻ്റെയൊക്കെ നിദർശനം അനുസരിച്ച് നോക്കിയാൽ അന്നം ഏത് ജീവജാലങ്ങൾക്കും ഉള്ളത് ഈ ഭൂമിയിൽ ലഭ്യമാണ് എന്നാണ് അവയുടെ ദർശനങ്ങളെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് രോഗങ്ങളുണ്ടാക്കാത്ത, രോഗവിനാശകങ്ങളായ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. അവിടെ ഗോതമ്പോ അരിയോ എന്നുള്ളതല്ല പ്രധാനം. എന്താണ്? കഴിയുന്നതും സാത്വികമായ ഭക്ഷണം കഴിക്കുക, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ പരിത്യജിക്കുക. ശരീരത്തെ അല്ലെങ്കിൽ പ്രാണനെ നിലനിർത്തുന്നതിന് വേണ്ടി മാത്രമായിരിക്കട്ടെ നമ്മുടെ ഭക്ഷണം ആ ദിവസങ്ങളിലെങ്കിലും. ഇതാണ് ഇപ്പം ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനായി തോന്നുന്നത്.